അഷ്റഫ് അലി 410 BJP, ഇവിടെ വസീഫ് 1 ലക്ഷത്തിന് വോട്ടിൽ ഭൂരിപക്ഷം. മറുപടി അല്ല, BJPയുടെ ഈ കണക്ക് ലോജിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇവർ വെറുതെ ഇവിടെ ഇരുന്ന് 410 എന്ന് പറയുന്നതല്ലാതെ BJP കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത പാർട്ടിയായി മാറും, ഒരു സംശയം അക്കാര്യത്തിലില്ല. അതാണ് ഇന്ത്യ മുന്നണിയുടെ സാഹചര്യങ്ങൾ കാണുന്നത്. കാരണം ഗുജറാത്തിൽ, അതുപോലെ തന്നെ രാജസ്ഥാനിൽ, മഹാരാഷ്ട്രയിൽ, ഡൽഹിയിൽ, ഹരിയാനയിൽ, പഞ്ചാബിലൊക്കെ ഇവർ മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞു. ഇനി ഡിക്ലൈനിങ് സ്റ്റേജ് ആണ്. അത് യാഥാർത്ഥ്യമാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല. അവിടെയൊക്കെ കേരളത്തിൽ 10 സീറ്റ്, കേരളത്തിൽ ഇപ്പോൾ 1 സീറ്റ് പോയിട്ട് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് പോലും കിട്ടില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു. പത്തനംതിട്ട ആവട്ടെ, തൃശ്ശൂർ ആവട്ടെ, എവിടെയാവട്ടെ, കേരളത്തിൽ ഈ വയനാട് പോലും കഴിഞ്ഞ തവണ ഞാൻ പറയുന്നത് വയനാട്ടിൽ പോലും BDJS വാങ്ങിയ വോട്ട് വീതം പോലും വാങ്ങാൻ സുരേന്ദ്രന് കഴിയില്ല. അനിൽ ആന്റണിക്ക് പത്തനംതിട്ടയിൽ സുരേന്ദ്രൻ വാങ്ങി വോട്ട് വാങ്ങാൻ കഴിയില്ല. ആ അവസ്ഥയിലായിരിക്കും കേരളത്തിൽ BJP. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ITയും EDയും വിട്ട് ഈ പറയുന്ന രൂപത്തിൽ അറസ്റ്റ് ചെയ്ത് ഇത്രയുള്ള കോൺഗ്രസിന്റെ അക്കൗണ്ട് ഉൾപ്പെടെ മരയിപ്പിച്ചിട്ട് ഇവർ പറയുന്നത് 2016 തുടങ്ങിയിട്ടുള്ള നടപടികളാണ്. എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങൾ 10 വർഷം ഭരിച്ചല്ലോ. 2014 അധികാരത്തിലെത്തിയ ഉടൻ നിങ്ങൾക്ക് 95-ലെ സീതാറാം കേസരി ട്രഷററായ കാലത്തെ കോൺഗ്രസിന്റെ കണക്കിൽ പ്രശ്നമുണ്ടെന്ന് നോട്ടീസ് അയക്കാമായിരുന്നല്ലോ. അയച്ചോ? ഇല്ല. അവസാനം വരെ ഒരു കാത്തിരുന്നുകൊണ്ട് ഇവർക്ക് ആകെ മുട്ടിടിച്ചു കഴിഞ്ഞു. ഇന്ത്യ സഖ്യത്തിന്റെ യോജിപ്പ്, അതുപോലെ തന്നെ കർഷക സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. നോർത്ത് ഇന്ത്യയിൽ ജനങ്ങൾ അതിശക്തമായി വിരുദ്ധ വികാരത്തിലാണ്, ജനങ്ങൾ പ്രയാസത്തിലാണ്. അത് കൃത്യമായി അറിയുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും ഇവിടെ വേട്ടയാടി പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി ഈ സഖ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമം നടക്കുന്നത്. ഒരിക്കലും നടക്കില്ല. ഇവിടെ നേരത്തെ പറഞ്ഞു BJPയുമായി ആരെല്ലാം ഇവിടെ കരാറിൽ ഏർപ്പെട്ടോ അവർക്കൊക്കെയും ഇവിടെ ഇവർ ഇലക്ട്രൽ ബോണ്ടിലൂടെ സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് ഇവിടെ മൻമോഹൻ സിംഗ് പറഞ്ഞതുപോലെ ഓർഗനൈസ്ഡ് ലൂട്ടും ലീഗലൈസ്ഡ് പ്ലണ്ടറും അതാണ് ഇവർ ഇവിടെ ഇലക്ട്രൽ ബോണ്ടിലൂടെ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഏറ്റവും അവസാനം അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്ത മാപ്പുസാക്ഷി സതീഷ് റെഡ്ഡിയുടെ ആനന്ദ് ഫാർമ 59.5 കോടി BJPക്ക് കൊടുത്തു. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ഇത് ജനങ്ങൾക്കറിയാം. എല്ലാം അറിയുന്ന ജനങ്ങൾക്ക് BJPയെ ഇലയും കൂട്ടി പുറത്തെറിയുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും അക്കാര്യത്തില്ല. കേരളത്തിൽ ഇവർക്ക് മത്സരിക്കാൻ പോലും ഭയമാകുന്ന വിധത്തിൽ ഭീകരമായ വോട്ട് ചോർച്ച ഉണ്ടാകും. ഇവിടെ CPM പ്രതി പറയുന്നത് എന്താണ്? BJPയും CPM ആണ് മത്സരം എന്ന്. അവർക്ക് വേണ്ടത് ഇവിടെ BJP വളരലാണ്. ഞങ്ങൾക്ക് വേണ്ടത് BJP ഇവിടെ ഒരു ശക്തിയെല്ലാം തെളിയിക്കലാണ്. അതുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഇവിടെ ഇടതുപക്ഷവും UDF തമ്മിലാണ് മത്സരം എന്ന്. ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു കേരളത്തിൽ BJP ഒരു ശക്തി. ഇവിടെ UDF-ഉം LDF-ഉം തമ്മിലാണ് മത്സരം.